ഉഷ്ണതരംഗത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പെയ്ത ശക്തമായ മഴയാണ് ഇപ്പോഴത്തെ പകർച്ചവ്യാധി വർധനവിന് കാരണമെന്ന് പറയുന്നത്. പനിക്കിടക്ക നിറയുന്ന അവസ്ഥ പല ആശുപത്രികളിലുമുണ്ട്. പ്രതിദിനം 6000-ന് മുകളിൽ രോഗികളാണ് പനിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നത്. മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. 33 മരണമാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പനി ബാധിച്ച് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പലവിധ പനികളും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പേരും ആശുപത്രികളിലേക്ക് ഇപ്പോൾ പനിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് വൈറൽ പനികൾ ബാധിച്ചാണ്. ഈ മഴക്കാലത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും പാളിയ അവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ തോതിലുള്ള മാലിന്യ നിക്ഷേപം പലയിടങ്ങളിലുമായി ഉണ്ടായി. ഇതാണ് ഈ പകർച്ചവ്യാധി വ്യാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആരോഗ്യവകുപ്പ് ഇന്ന് ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. പനിയുടെ വർധനവടക്കം ആ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും അടക്കമായ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും വെസ്റ്റ് നൈൽ പനിയുമാണ് കോഴിക്കോട് ജില്ല ഇപ്പോൾ നേരിടുന്ന ഭീഷണി. അതല്ലാതെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പനികളുടെ വലിയ തോതിൽ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. വെസ്റ്റ് നൈൽ പനി ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. കോട്ടയം സ്വദേശി ഒരാൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരവും മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്നു. സമാനമായ രോഗലക്ഷണങ്ങളുമായി 3 പേർ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതായത് കേടായ മാലിന്യമുള്ള വെള്ളക്കെട്ടുകളിൽ കുളിക്കാനോ മറ്റോ ഇറങ്ങുന്ന സമയത്ത് ആണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്താനുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ ഇന്നലെ കോർപ്പറേഷൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗമായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലായാലും ബീച്ച് ആശുപത്രിയിലായാലും രോഗികൾ എത്തുന്നത് പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്.